ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ കിട്ടാൻ വേണ്ടി എന്നാ നമുക്ക് നിർത്താം. സന്തോഷം. നമസ്കാരം. താടിക്കാരനും പൊണ്ടാട്ടിയും ദേ ഇംഗ്ലീഷ് ഹൗസിൽ വന്നേക്കുക. അപ്പോൾ ഇംഗ്ലീഷ് ഹൗസ് നമുക്കൊരു ടാസ്ക് തന്നേക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മലയാള സെൻറ്റൻസുകൾ സൂസമ്മയോട് ചോദിക്കും. അപ്പോൾ സൂസമ്മ അത് കൃത്യമായി ഇംഗ്ലീഷിലേക്ക് ആക്കുവോ ഇല്ലയോ എന്നുള്ള ഒരു ടെസ്റ്റാണ് ഇന്ന് നടത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് തുടങ്ങാം? നമ്പർ 1, നിങ്ങൾ എത്ര മാസം ഗർഭിണിയാണ്? അത് ഞാൻ അറിഞ്ഞ് നടക്കുള്ളെന്ന് അറിയാം, എന്നാലും അതിനെ ഒന്ന് ഇംഗ്ലീഷ് വൽക്കരിക്കേ. ഓക്കെ, ഹൗ ഫാർ അലോങ് ആർ യു എന്ന് ചോദിക്കാം. ഹൗ മെനി മന്ത് വെച്ച് ചോദിക്കരുതോ? ഭയങ്കര സിമ്പിളാണ്, എല്ലാവർക്കും അറിയാവുന്നല്ലേ. ഹൗ മെനി മന്ത്സ് പ്രഗ്നന്റ് ആർ യു എന്നുള്ളത്. പുതിയ സ്റ്റൈൽ, ഒരു വെറൈറ്റി രീതിയിൽ ഹൗ ഫാർ അലോങ് ആർ യു എന്ന് ചോദിച്ചാലും പ്രഗ്നൻസിയെ കുറിച്ച് പറഞ്ഞതെന്ന് മനസ്സിലാക്കണം, അല്ലാതെ എത്ര നാളായിട്ട് ഇവിടെ ഉണ്ടെന്നാണെന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. അതിനാണല്ലോ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം അതിലൂടെ അവർ മനസ്സിലാവും. ഫിറ്റ്. ഓക്കെ, എന്നാ എടുത്തോ രണ്ടാമത്തെ ചോദ്യം. എന്ത്? ഓ, ചോദ്യമാണോ? സോറി. സോ യു ക്യാൻ സേ ഹിയർ യു ഗോ. ഹിയർ യു ആർ. ഹിയർ യു ആർ, ഹിയർ യു ഗോ. ഹിയർ യു ഗോ കുറച്ചുകൂടെ പറയാൻ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഓക്കെ, അതിന് മൂന്നാമത്തെ, എനിക്ക് അയാളോട് അങ്ങേറ്റത്തെ വെറുപ്പാണ്. ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് അച്ചോടെ. എനിക്ക് നിന്നോടുള്ള കാര്യമല്ല, ഇത് പറ, ഇംഗ്ലീഷ് വൽക്കരിക്കേ. ഒന്നുകൂടെ പറയാമോ മലയാളം? എനിക്ക് അയാളോട് ഭയങ്കര വെറുപ്പാണ്, അങ്ങേറ്റത്തെ വെറുപ്പാണ്. ഐ ഹേറ്റ് ഹിം വിത്ത് ഓൾ മൈ മൈറ്റ്. ഐ ഹേറ്റ് ഹിം വിത്ത് ഓൾ മൈ മൈറ്റ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ഒരു ഇമോഷനൊക്കെ വരണം, ഫീൽ കിട്ടാൻ വേണ്ടി. കറക്റ്റ്. അടുത്തത്, ആർക്കെങ്കിലും എന്നെങ്കിലും പറയാനുണ്ടോ? ഇതെന്താ ഭീഷണിപ്പെടുത്തുന്ന? കാണുന്നവരോടല്ല, നിന്നോട് ആർക്കെങ്കിലും എന്നെങ്കിലും പറയാനുണ്ടോ? അതിന്റെ ഹാസ് എനിവൺ ഗോട്ട് ടു സേ എനിത്തിങ്? കറക്റ്റ്. മാർക്കണ്ട മുട്ടായി. അത് ആലോചിക്കാം. എന്നാ നമുക്ക് നിർത്താം. സന്തോഷം. ഇതാക്ക്, ഇംഗ്ലീഷ് ആക്ക്. എന്തായിരുന്നു ഒന്നുകൂടെ പറഞ്ഞേ? എന്നാ നമുക്ക് നിർത്താം. ഈ ബ്രേക്കപ്പിന്റെ സമയത്ത് പറഞ്ഞിട്ട് പോകത്തില്ല, എന്നാ നമുക്ക് നിർത്താം. ലെറ്റ്സ് കോൾ ഇറ്റ് ക്വിറ്റ്സ്. കറക്റ്റ്. കറക്റ്റാന്ന് അച്ഛക്ക് അറിയായിരുന്നോ? യെസ്. സത്യം പറ, ഞാൻ പറഞ്ഞു തന്നല്ലേ. ഓക്കെ, അടുത്തത്, എന്തു തന്നെ സംഭവിച്ചാലും നിന്നെ ഞാൻ വ്യാഴാഴ്ച കണ്ടിരിക്കും. അതായത് എന്നൊക്കെ നമ്മുടെ കോട്ടയം ഭാഷ പറഞ്ഞ എന്നൊക്കെ സംഭവിച്ചാലും ശരി, നിന്നെ ഞാൻ വ്യാഴാഴ്ച കണ്ടിരിക്കും. അതിന് ഇംഗ്ലീഷ് ആക്കുക. നമുക്ക് സാധാരണ രീതിയിലാണ് പറയുകയെങ്കിൽ നോ മാറ്റർ വാട്ട് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പക്ഷെ അച്ഛൻ പറഞ്ഞതുപോലെ ആ കോട്ടയംകാരുടെ സാധനം ഫീൽ കിട്ടണം. ആ ഫീൽ വേണമെന്നുണ്ടെങ്കിൽ കം റെയിൻ ഓർ ഷൈൻ, ഐ വിൽ മീറ്റ് യു ഓൺ തേഴ്സ്ഡേ. കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ നീ നാളെ വരണമെന്നില്ല. ഇങ്ങനെ ഇതുപോലത്തെ ഉത്തരവ് പറയണമെങ്കിൽ നാളെ വരണമെന്നില്ലെന്ന് പറ. അങ്ങനെയാണെങ്കിൽ നീ നാളെ വരണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ നീ നാളെ വരണമെന്നില്ല. ഇഫ് ദാറ്റ്സ് ദ കേസ്, you don't need to come tomorrow. Yes, you don't need to come tomorrow. Yes, correct. You don't need to come. അടുത്തത്, ചില ആളുകൾ ഇങ്ങനെ വന്നേച്ചേ ഇങ്ങനെ പറയത്തില്ലേ, എന്നെ ഒന്ന് പരിഗണിക്കണം, ഞാനിവിടെ ആദ്യമായിട്ടാണ്. അതിന് ഒത്തിരി വെബ് സീരീസിനകത്തൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള സാധനമാണ് കട്ട് മീ സം സ്ലാക്ക് എന്ന് പറയും. കട്ട് മീ സം സ്ലാക്ക്. ഐ എം ന്യൂ ടു ദിസ് പ്ലേസ്. ഓക്കെ, വെരി ഗുഡ്. ഇനി അല്ലെങ്കിൽ ഞാൻ ഈ മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടാറേ ഇല്ല. അല്ല, കാര്യമായിട്ട് പറഞ്ഞാൽ ഞാൻ അതല്ല, ഞാൻ ആരുടെ കാര്യം തലയിടാറില്ല എന്നുള്ളതിൻ്റെ ഇത് ഇംഗ്ലീഷ് പറ. ഐ ഡോണ്ട് പുട്ട് മൈ നോസ് ഇൻ ടു അതേഴ്സ് മാറ്റേഴ്സ്. അല്ലെ ബിസിനസ് എന്നും പറയാം. ഞാൻ തലയല്ലേ പറഞ്ഞു, എൻ്റെ നോസ് എന്ന് പറഞ്ഞ കാര്യം. ഇംഗ്ലീഷിൽ തലയല്ല അവർ മൂക്കിടുന്നത്, അങ്ങനെ അതുകൊണ്ടാണ് നോസി എന്ന് പറയും. യു വെരി നോസി എന്ന് പറയത്തില്ലേ? മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടാൻ ഭയങ്കര താല്പര്യമുള്ള അറിയാലോ, നമുക്ക് മനസ്സിലായി. കറക്റ്റില്ല, പിള്ളാച്ചെന്നാണ് പറഞ്ഞാന്ന് വിചാരിക്കും. അത് കുഴപ്പമില്ല, നമുക്ക് കട്ടയിടാം. എന്നുവെച്ചാൽ നമുക്ക് ഷെയർ ഇടാം. അയ്യോ, എൻ്റെ പൈസ ഇല്ല, അതൊന്നും പറയാൻ പറ്റത്തില്ല. ഷെയർ ഇടാനുള്ള കാര്യം നടക്കത്ത. ഇറ്റ്സ് ഓക്കെ, ലെറ്റ്സ് ഗോ ഡച്ച് എന്ന് പറയും. ലെറ്റ്സ് ഗോ ഡച്ച് എന്ന് പറയുന്നത് ലെറ്റ്സ് പൂൾ, ലെറ്റ്സ് ഗോ ഡച്ച് എന്നൊക്കെ പറയുന്നത് ഇതിടാം. ഇപ്പൊ കോമണാ, പിള്ളേരെല്ലാം തന്നെയാണ്. ഇപ്പോഴെല്ലാവരും ഷെയർ ഇടാന്ന് പറയത്തില്ല ആ സാധനം. അപ്പൊ ഡച്ച് ആണ് അതിന്റെ കറക്റ്റ് വരുന്നത്. ലെറ്റ്സ് ഗോ ഡച്ച്. ഈ മീൻ നിറയെ മുള്ളാണ്. പിന്നെ മീനിനകത്ത് മുള്ളല്ലാതെ പിന്നെ വേറെന്താ ഉള്ളത്? ചണ്ടിക്കകത്ത് മുള്ളൊന്നുമില്ല, ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയാം. This
fish is this fish has a lot of bones in it. അതിന് മീനിൻ്റെ മുള്ളിന് എല്ലെന്ന് പറയുന്ന കാര്യം മീനിന്റെ മുള്ളിനെ എല്ലെന്നാണ് പറയാ ഇംഗ്ലീഷിൽ. സായിപ്പ് അങ്ങനെ പറഞ്ഞു. തോൺസ് ഒന്നും പറയാമല്ലോ, തോൺസ് എന്ന് പറയത്തില്ല, ബോൺസ് എന്ന് തന്നെയാ പറയാം. സായിപ്പ് അങ്ങനെ പറഞ്ഞു, നമുക്ക് അങ്ങനെ പറയാനേ മാർഗമുള്ളൂ. അപ്പം നോം ഉദ്ദേശിച്ച ആളല്ല താൻ, എല്ലാം കറക്റ്റ് ആക്കിയിരിക്കുന്നു. താങ്ക് യു. ഓക്കെ, അപ്പം നമ്മൾ വിചാരിച്ച പോലെ അല്ല, അതിനേക്കാളൊക്കെ മേലെയാണ് സുസമ എന്ന് മനസ്സിലായി. ഇനി നമ്മളിരിക്കുന്ന ഇംഗ്ലീഷ് ഹൗസിനെ കുറിച്ചൊരു 4 വാക്ക് പറഞ്ഞു വിടും. അപ്പോൾ ഇങ്ങനത്തെ ഫൺ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ജോയിൻ ഇംഗ്ലീഷ് ഹൗസ്. പിന്നെ എവിടെയാണ് നിങ്ങൾക്ക് ലിങ്ക് കിട്ടുക, അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ ഞങ്ങൾ എങ്ങനെ പഠിക്കും, എങ്ങനെയാണ് ലിങ്കിലേക്ക് പോകേണ്ടതെന്നൊക്കെ സംശയമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്ത് ചുമ്മാ ജോയിൻ ചെയ്യുക. യെസ്, English house. WhatsAppിലൂടെ get learning bros. IELTS മുതൽ juniors വരെ spoken Englishന്റെ പൊടിയാണ് bros. വാട്സാപ്പിലൂടെ കേരളത്തെ ഇംഗ്ലീഷിൽ സൂപ്പറാക്കുന്നത് ഇംഗ്ലീഷ് ഹൗസ്. English house.